വെൽക്കം ബാക്ക് ടു മൈ ട്യൂഷൻ. നമുക്കിന്ന് കോണിക് സെക്ഷനിലെ സർക്കിൾസിൽ സർക്കിൾ, എലിപ്സ്, ഹൈപ്പർബോള അങ്ങനെ സെക്ഷൻ തിരിച്ച് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാം. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ കവർ ചെയ്യുന്നില്ല, എങ്കിലും അതിനകത്തുള്ള പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത പോയിൻറ്റ്സ് നോട്ട് ചെയ്തെടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതാണ്, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. Question number 1. If the circle x square plus y square minus 2gx plus 6y minus 19c is equal to 0, S is an element of R, passes through 6, 1. And center lies on x minus 2cy is equal to 8. The length of the intercept made by the circle on x-axis. ഇതാണ് ക്വസ്റ്റ്യൻ. സർക്കിൾ പാസ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ട്, സെൻട്രൽ ലൈസ് ഓൺ ദിസ്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഇൻ്റർസെപ്റ്റ് മെയ്ഡ് ഓൺ എക്സ് ആക്സിസ്. x square plus y square plus 2gx plus 2fy plus c is equal to 0. സെൻറ്റർ എന്തായിരിക്കും? മൈനസ് ജി മൈനസ് എഫ്, റേഡിയസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. ലെങ്ത് ഓഫ് ഇൻ്റർസെപ്റ്റ്. അപ്പം ഇങ്ങനെ ഒരു ഫോമിലാണ് സർക്കിളിൻ്റെ ഇക്വേഷനെങ്കിൽ നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എടുക്കുക, ഒരു മൈനസ്, അതാണ് മൈനസ് ജി മൈനസ്. Length of the intercept on x-axis. Two into root of g square minus c. Length of intercept on y-axis ആയിരുന്നെങ്കിൽ 2 into root of f square minus c. ഇവിടെ g മാറ്റി f ആക്കിയാൽ മതി. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിക്കാം. Here 2g is equal to xൻ്റെ കോഎഫിഷ്യൻറ്റ് മൈനസ് 2g, മൈനസ് 2gയുടെ ഹാഫ് മൈനസ് g. സോ സെൻറ്റർ ഈസ് മൈനസ് g. ഇവിടെ എന്താവും? മൈനസ് g. 2f is equal to 6, f is equal to 3, so minus m, minus 3. c is equal to minus 19c. Here c means general form. ഞാൻ എങ്ങനെയാണ് ഇത് എഴുതുന്നത്? നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണമെങ്കിൽ ഇത് എഴുതണ്ട. Center is g. Center lies on g minus 3 lies on x minus 2cy is equal to 8. Here x g minus 2c into minus 3 plus 6c is equal to 8. Center lies on this. We get this equation. Circle passes through 6, 1. This circle passes through 6, 1. നമുക്ക് എന്താ എഴുതാം? റീപ്ലേസ് എക്സ് ബൈ 6 ആൻഡ് വൈ ബൈ 1. ഈ സർക്കിൾ ഈ പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യും അല്ലേ? നമുക്ക് എന്ത് കിട്ടും? 36 പ്ലസ് 1 minus 12g plus 6
minus 19c is equal to 0. 43 is equal to 12g plus 19c is equal to 43. This is equation 1, this is equation 2. Equation 1 into 12. 12g plus 72c, 96. Same sign, subtracting. Minus 53 minus 53c. So c is equal to 1. c1 ആണെങ്കിൽ g എന്തായിരിക്കും 8 minus 6 2. g is equal to 2. ഇനി നമുക്ക് എന്താ കണ്ടേ? ലെങ്ത് ഓഫ് ഇൻ്റർസെപ്റ്റ്. Intercept on x-axis. 2 into root of g square minus c. g square 4. Root 3. Question number 2. Let the orthocenter and centroid of a triangle be A minus 3 5 and B 3 3. If C is the circumcenter of the triangle then radius of the circle having AC as diameter. നമുക്കിവിടെ ഓർത്തോസെൻറ്ററും സെൻട്രോയിഡും തന്നിട്ടുണ്ട്. ഓർത്തോസെൻറ്റർ ആൻഡ് സെൻട്രോയിഡ്. ഓർത്തോസെൻറ്റർ A, സെൻട്രോയിഡ് circumcenter C, B. ഓർത്തോസെൻറ്റർ, സെൻട്രോയിഡ്, സർക്കംസെൻറ്റർ. ഒരു കണ്ടീഷൻ ഉണ്ട്. സെൻട്രോയിഡ് ഡിവൈഡ്സ് ഓർത്തോസെൻറ്റർ ആൻഡ് സർക്കംസെൻറ്റർ ഇൻ ദ റേഷ്യോ 2:1. B divides A and C in the ratio 2:1. Here A is the point minus 3 5. C നമുക്ക് എക്സ് വൈ ആയിട്ട് അസ്യൂം ചെയ്യാം. B 3 3. AB is to BC is equal to 2:1. 2 into x plus 1 into minus 3 divided by 3, comma 2y plus 1 into 5 by 3. That is equal to 3, 3. 2x minus 3 is equal to 3 into 3, equating x coordinate. 2x minus 3 is equal to 9. 9 plus 3, 12. X by x is equal to 6. 2y plus 5 by 3 is equal to 3. 2y plus 5 is equal to 9. 2y is equal to 4. Y is equal to 2.
Therefore, circumcenter C is equal to 6, 2. Find the radius of the circle having line segment AC as the diameter. AC diameter ആയിട്ടുള്ള സർക്കിളിൻ്റെ റേഡിയസ്. നമുക്ക് AC ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. ഇതിനകത്ത് മെയിൻ പോയിന്റ് ഓർക്ക് സെൻട്രോയിഡ് ഡിവൈഡ്സ് ഓർത്തോസെൻറ്റർ ആൻഡ് സർക്കംസെൻറ്റർ ഇൻ ദ റേഷ്യോ 2:1. ഓർത്തോസെൻറ്റർ ആൻഡ് സർക്കംസെൻറ്റർ. A -3.5, C 6.2. Distance formula. Root of x1 minus x2 the whole square plus y1 minus y2 the whole square. -3 minus 6. 90. 90 നമുക്ക് 3 into 3 into 10. That is 3 root 10. This is diameter. So radius is equal to diameter by 2. 2 root 2 into root 2. 1 root 2 cancel. ഓപ്ഷൻ ഇങ്ങനെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് റൂട്ട് വെച്ച് ഡിവൈഡ്. Question number 3. If a line y is equal to mx plus c is a tangent to the circle x minus 3 the whole square plus y square is equal to 1 and it is perpendicular to symbol അറിയാലോ, a line L1 where L1 is a tangent to the circle x square plus y square is equal to 1 at the point 1 by root 2 1 by root 2. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. സി സ്ക്വയർ ദെൻ ഒരു ഇക്വേഷനായിട്ടാണ്, സെക്കൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ടാണ് ആൻസർ തന്നിരിക്കുന്നത്. സി സ്ക്വയർ പ്ലസ് 7c പ്ലസ് 6 0, സി സ്ക്വയർ മൈനസ് 7c പ്ലസ് 6 0, സി സ്ക്വയർ പ്ലസ് 6c പ്ലസ് 7 0. ഫസ്റ്റ് നമുക്ക് L1 എഴുതാം. L1 ഈസ് എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 അറ്റ് 1 by root 2 1 by root 2 അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു R1 അല്ലെങ്കിൽ 1 ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് എന്താ, x1 പ്ലസ് y1 ഇസ് ഈക്വൽ ടു R സ്ക്വയർഡ് എന്നാണ്. ഇവിടെ x1 equation of tangent. Here x1 y1 1 by root 2 1 by root 2 x into 1 by root 2 plus y into 1 by root 2 is equal to, here R squared is equal to 1, x plus y is equal to root 2. Slope of this line, slope of L1 is equal to minus 1 by 1, that is minus 1. L1 is perpendicular to y is equal to mx plus c. If two lines are perpendicular, product of slopes is minus 1. So m is equal to positive 1. Equation എങ്ങനെ മാറും, y is equal to x plus c. സർക്കിൾ ഇക്വേഷൻ എന്താ, എക്സ് മൈനസ് 3 the whole square. This is y is equal to x plus c. x minus 3 the whole square plus y square is equal to 1. x minus h the whole square plus y minus k the whole square is equal to r square. So center is 3, 0.
റേഡിയസ് ഈസ് 1. നിങ്ങൾ 10th ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഈ ടാൻജൻറ്റ്. ആ പോയിൻ്റ് ഓഫ് ടാൻജൻസി ആയിട്ട് എപ്പോഴും എന്തായിരിക്കും? റേഡിയസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിൻ്റ് ടു ദിസ് ഈസ് 1. നമുക്ക് ഇതിനെ വാട്ടറിൽ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. 1 ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഏതാ കൊടുക്കേണ്ടത്? 3. 3 മൈനസ് 0 പ്ലസ് സി ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. സി പ്ലസ് 3 ബൈ root 2. Squaring on both sides. C plus 3 is equal to root 2. C plus 3 the whole squared is equal to 2. C square plus 6C plus 9 minus 2 0. So answer is C square plus 9C plus 7 0. Next question. A circle C touches the y-axis at 0, 6 and cut off an intercept (6√5) on the x-axis. Find the radius of the circle. Radius of circle C. Question മനസ്സിലായല്ലോ. കട്ട് ഓഫ് ആൻഡ് ഇൻ്റർസെപ്റ്റ് 6√5 ഓൺ എക്സ് ആക്സിസ്. നമ്മൾ ഫസ്റ്റിൽ ക്വസ്റ്റ്യനിൽ ഫോർമുല പറഞ്ഞല്ലോ, 2 × √(g²) - c. റഫായിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. ദിസ് ഈസ് 0, 6 ടച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ഇൻ്റർസെപ്റ്റ് 6√5. (0, 6). This distance is 6. Here AP is equal to 3√5. So R is equal to root of 6² plus 3√5 the whole square. 36 plus 45. That is 9. Question number 5. The number of common tangents to the circles. The number of എന്നാണ് കേട്ടോ. Number of common tangents to the circles. First, x² plus y² minus 18x minus 15y plus 13 is equal to 0. Sorry, 131. And x² plus y² minus 6x minus 6. ഫസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്റർ എന്താ? -g -f. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുക, അതിൻ്റെ ഹാഫ് എടുക്കുക, ഓപ്പോസിറ്റ് സൈഡ്. -9 that is 9. -15/2 positive 15/2. R is equal to root of g² plus f² minus c minus 131. R1 എന്നെടുക്കാം. C1 C2 R1 R2. 81.
4 into 50, 200. 25 by 4, that is 5 by 2. C2. Minus 6 and a half, minus 3, opposite sign 3. Minus 6, minus 3, 3. R2 is equal to root of g square, 9 plus 9 minus minus. That is 5. C1, C2. C1, C2 നോക്ക് എന്ത് വരും നോക്കാം. റൂട്ട് ഓഫ് 9 minus 3, 6. 6 square, 36. 15 by 2 minus 3 the whole square. 36. 9 by 2, 81 by 4. 144 plus 81. 225 by 4. 15 by 2. R1 plus R2 എന്ത് വരും നോക്കാം. 5 by 2 plus 5. 2 into 5, 10 plus 5. That is equal to C1, C2. R1 plus R2, C1, C2. Then circle touch externally. ഇങ്ങനെ ഒരു ടാൻജൻ്റ് ഉണ്ടെങ്കിൽ പി എ പി സി പി സി പി മൊത്തം എത്ര 1 2 3. ഇൻറ്റേർണലി എക്സ്റ്റേർണലി ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് C1 C2 is equal to R1 plus R2. So we get R1 plus R2 is equal to C1 C2. Therefore number of tangents is equal number of common tangents. Okay. Next, parabola, ellipse. ഇങ്ങനെ ഇടാം. അപ്പം നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.